റൈറ്റ്. സിത്താര മേഡവും തങ്കവുമായി എന്തോ ബന്ധമുണ്ട്. ഇത് മതി. അല്ലമ്മേ, ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്നു മുതലാ നമ്മുടെ തറവാട്ടിലെ പ്രധാന കാര്യങ്ങള് സുമിത്ര ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ തുടങ്ങിയത്? അല്ല, സിത്താര അടുത്ത് പോയി സംസാരിക്കാൻ അമ്മ പോയില്ല, നന്ദേട്ടൻ പോയില്ല, അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. സിത്താരയോട് സംസാരിക്കാൻ ഒരാള് പോണമായിരുന്നു. അതിന് നവീന്റെ അമ്മ പോകുന്നില്ല, എന്ത് തടസ്സം? അതിന് സുമിത്രാന്റെ നവീന്റെ അമ്മയൊന്നും അല്ലല്ലോ. ആഹാ, നല്ല കാര്യങ്ങളൊന്നും നിന്നെ പഠിപ്പിച്ചിട്ടില്ലെങ്കിലും ഇതൊക്കെ നിന്റെ അമ്മ നിന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. നന്നായി മോളെ. അതിപ്പോ ആര് പോയാലും കുഴപ്പമൊന്നുമില്ല. ഈ തീയതി നിശ്ചയിക്കുന്ന ദിവസം എന്തോ സർപ്രൈസിന്റെ കാര്യം നവീൻ പറഞ്ഞിരുന്നല്ലോ, അതെന്താണ്? എനിക്കറിയില്ല. ആർക്കാ സംശയം? ഞാൻ തീർത്തു തരാം. നവീൻ ഒരു സർപ്രൈസിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ? അതറിയണം ഇപ്പൊ എല്ലാവർക്കും. ഉദയ, അക്കാര്യത്തിൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് അറിവൊന്നുമില്ല. സർപ്രൈസ് എന്താണെന്ന് അവനെ അറിയൂ. ഇനി സുമിത്ര സിത്താരെ കാണാൻ പോയപ്പോ അവളോട് പറഞ്ഞു വിട്ടിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. എന്തിനാ ഏട്ടാ ഞങ്ങൾ ഇങ്ങനെ പറ്റിക്കുന്നേ? ഞങ്ങളെ മൂന്നുപേരെയും ഓരോരത്തങ്ങ് നിർത്തിയിട്ട് എല്ലാ തീരുമാനങ്ങളും നിങ്ങൾ എടുക്കുന്നുണ്ടെന്നൊക്കെ ഞങ്ങൾക്കറിയാം. അപ്പൊ പിന്നെ പറഞ്ഞിട്ട് പ്രയോജനമൊന്നുമില്ല. ആ, എന്തായി സുമിത്രേ? സിത്താരയ്ക്ക് സമ്മതം. നവീൻ പറഞ്ഞതുപോലെ ഫാക്ടറിയുടെ സ്വിച്ച് ഓൺ ദിവസം തന്നെ തീയതി തീരുമാനിക്കാം. ഫാക്ടറിയുടെ സ്വിച്ച് ഓണോ? ഏത് ഫാക്ടറിയുടെ? കളരിക്കൽ ഗ്രൂപ്പ് ഒരു ഫാക്ടറി കൂടി തുടങ്ങുന്നുണ്ടല്ലോ. അത് ഗാഥയുടെയും നവീന്റെയും പേരിലാ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അത് ഉദ്ഘാടനം ചെയ്യുന്നത് ഗാഥയാ. അപ്പൊ അതാണ് സർപ്രൈസ്. അത് ഗംഭീരായല്ലോ. വന്നു കയറാൻ പോകുന്ന പെൺകുട്ടിക്ക് വേണ്ടി ഇപ്പോഴേ ഇങ്ങനെ ഒരു കരുതലെടുക്കുന്ന ആൺകുട്ടികള് വളരെ കുറവാ. നല്ല ചൂടല്ലേ മോളെ? ഇതെന്തായാലും കൊള്ളാം. പോയി പോയി കുടുംബത്ത് ഒരു ഫാക്ടറി ഉണ്ടോന്നത് പോലും ഞങ്ങൾ അറിയുന്നില്ല എന്ന അവസ്ഥയായി. ഇതിനു മുമ്പ് കളരിക്കൽ ഗ്രൂപ്പിന്റെ ബിസിനസ് സ്ഥാപനങ്ങൾ അമ്മായിയുടെ തീരുമാനപ്രകാരം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. കമ്പനി കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാ. ഫാക്ടറി എവിടെ സ്ഥാപിക്കണം, അതിനെത്ര മുതലിറക്കണം, അതാരുടെ പേരിലായിരിക്കണം, അതല്ല എന്റെ ഇഷ്ടമാണ്. മുത്തശ്ശി അച്ഛനെ പോലെ അതിലൊന്നും ഇടപെടാറില്ല. അമ്മായിക്ക് ക്ലിയർ ആണല്ലോ കാര്യങ്ങളെല്ലാം. അമ്മ പോയ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നു. ഇനിയെങ്കിലും എനിക്ക് എന്റെ മകന്റെ ഭാര്യയെക്കുറിച്ച് സ്വപ്നം കാണാമല്ലോ. എന്തിനാ അമ്മ സ്വപ്നം കാണുന്നത്? സ്വപ്നത്തിൽ എങ്ങനെ വേണമെന്ന് മാത്രം അമ്മ പറഞ്ഞാൽ മതി. അമ്മയ്ക്ക് ഞാനും ഗാഥയും കൂടി അത് അമ്മയ്ക്ക് ലൈവായിട്ട് കാണിച്ചു തരാം. ഓക്കെ? നവീനെ, ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട. നാഗക്ഷേത്രത്തിലെ. ഓക്കെ മുത്തശ്ശി. ഫാക്ടറിയുടെ ഉദ്ഘാടനം കഴിയുന്നു. അത് കഴിഞ്ഞ് നമ്മൾ എല്ലാവരും കൂടി നാഗക്ഷേത്രത്തിലേക്ക് പോകുന്നു. അവിടെ വെച്ച് മാത്രം തീയതി അനൗൺസ് ചെയ്യുന്നു. ഓക്കെ അല്ലേ? പിന്നെ അമ്മായി, ഈ ഫാക്ടറിയുടെ പരിപാടി കഴിഞ്ഞിട്ട് ഞാനൊരു ടൂറിസം പ്രൊജക്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അമ്മായി ഒന്ന് കൂടെ ഇരിക്കണം. അമ്മായിയുടെ വിദഗ്ധമായ ഐഡിയകൾ എനിക്ക് ആവശ്യമുണ്ട്.